സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നിങ്ങൾ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 10 എക്സംപ്റ്റഡ് ഇൻകം പഠിച്ചു വയ്ക്കുക. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ചില ഇൻകംസ് ഉണ്ട്. ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്ന കുറച്ച് ഇൻകംസ് ഉണ്ട്. ഒന്ന് അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചർ ഇൻകത്തിന് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട. അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതായത് നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നോ അങ്ങനെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒരു പാർട്ട്ണറിന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിന് എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പാർട്ട്ണറിന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട. ഗ്രാറ്റുവിറ്റി, അതുപോലെ പെൻഷൻ, ലീവ് എൻകാഷ്മെൻറ്റ്, റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടുന്ന ലീവ് എൻകാഷ്മെൻറ്റ്, ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടുന്ന പൈസ, അതേപോലെ തന്നെ RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ PF, അത് സ്കോളർഷിപ്പുകളിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കിട്ടുന്ന സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ MP MLA അലവൻസസ്, ഇൻകം ഓഫ് ലോക്കൽ അതോറിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം, അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അവാർഡുകൾ, അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പൈസ, ഈ എമൗണ്ടുകൾക്കൊന്നും ഇന്ത്യയിൽ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 10 എണ്ണം പഠിച്ചു വയ്ക്കാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? എന്നാ റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ അല്ലെന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകം എന്ന് എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. കാരണം ഈ അടുത്ത കാലങ്ങളിൽ ചോദിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ലിസ്റ്റ് ഔട്ട് ഇനി 10 എക്സംപ്റ്റഡ് ഇൻകം എന്നോ അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ഇനി 8 എക്സംപ്റ്റഡ് ഇൻകം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന എക്സംപ്റ്റഡ് ഇൻകം ആണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും 10 എണ്ണം പഠിച്ചു വെക്കുക കേട്ടോ. സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതൊരു ചെറിയൊരു ചാപ്റ്റർ പോലെ ചില യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ആകെ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. യെസ്. അടുത്ത് നമ്മുടെ ചാപ്റ്ററാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇതാണ്, ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അപ്പോൾ 5 ഹെഡ് ഓഫ് ഇൻകത്തിലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മുടെ കഴിഞ്ഞു. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ 2 ഹെഡ് ഓഫ് ഇൻകം കഴിഞ്ഞു നമ്മുടെ. മൂന്നാമത് നമ്മൾ ഹെഡ് എടുക്കാൻ പോകുന്നത് ഇനി സാലറി ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഇൻകം ഫ്രം. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മറ്റുള്ള മാർഗങ്ങളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന ഇൻകം. മറ്റുള്ള ഏതൊക്കെ മാർഗങ്ങളിൽ നിന്നാണ് അയാൾക്ക് ഇൻകം കിട്ടാൻ നോക്കാം. സാലറി കൂടാതെ, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി കൂടാതെ, ബിസിനസ് ഓർ പ്രൊഫഷൻ കൂടാതെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കൂടാതെ ഒരാൾക്ക് ഏതൊക്കെ രീതിയിൽ വരുമാനം വരാം. ആ ഇൻകംസ് എല്ലാം നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഹെഡ് ഓഫ് ഇൻകത്തിലാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ്, മറ്റുള്ള മാർഗങ്ങളിലൂടെ കിട്ടുന്ന ഇൻകം. എന്തൊക്കെ ഇതിനകത്ത് പെടാം? ഈ ഒരു ഹെഡിൽ ഏതൊക്കെ ഇൻകംസ് വരാം? ഇൻട്രസ്റ്റ് പെടാം. ഒന്ന് മ്യൂട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ മ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഇൻകംസ് ആണ് ഈ ഹെഡ് ഓഫ് ഇൻകത്തിൽ വരിക? ഒന്ന് ഇൻട്രസ്റ്റ്, നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇല്ലേ, അത് നമുക്ക് ഈ ഒരു ഹെഡ് ഓഫ് ഇൻകത്തിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഡിവിഡൻറ്റുകളില്ലേ, ഡിവിഡൻറ്റുകൾ നമുക്ക് ഈ ഒരു ഇതിൽ പെടുത്താം. ഗിഫ്റ്റ് ഫ്രം നോൺ റിലേറ്റീവ് അല്ലാത്ത മറ്റുള്ള ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഹെഡിലാണ് നമ്മൾ കാണിക്കുക. അടുത്ത വിന്നിങ് ഫ്രം ലോട്ടറി അടിക്കില്ലേ മക്കളെ? ലോട്ടറി അടിക്കുകയോ അല്ലെങ്കിൽ ക്രോസ് വേർഡ് പസിൽസിൽ വിൻ ചെയ്യുകയോ ബെറ്റിങ്ങിൽ വിജയിക്കുകയോ ഹോഴ്സ് റേസിൽ കുതിരപ്പന്തയം അതിലൊക്കെ വിജയിച്ച് കിട്ടുന്ന പൈസ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് ഈ ഒരു ഹെഡ് ഓഫ് ഇൻകത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ അസറ്റ് നമ്മൾ ഹയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അസറ്റ് ലീസിനൊക്കെ എടുത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, റോയൽറ്റി, ഡയറക്ടേഴ്സ് ഫീസ്, ഹോണറേറിയം, ഫാമിലി പെൻഷൻ, ഇൻകം ഫ്രം സബ് ലെറ്റിംഗ്, അതുപോലെ അഗ്രികൾച്ചർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാലറി ഓഫ് മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഈ പറയുന്ന ഇൻകംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾ വെറുതെ എടുത്ത് എഴുതി കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഏത് ഈ ഹെഡ് ഓഫ് ഇൻകത്തിൽ കാണിക്കുക? ഇൻകം ഫ്രം അതർ സോഴ്സസ്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഡിവിഡൻഡ് നോക്കാം. ഡിവിഡൻഡ് നമുക്കറിയാം ഈ ഒരു ഹെഡ് ഓഫ് ഇൻകത്തിലാണ് നമ്മൾ ടാക്സബിൾ ആയിട്ട് കാണിക്കുക. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചു എല്ലാവരും കേട്ടോ. ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എങ്ങനെയായിരിക്കും?
പണ്ടൊക്കെ ആണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മുൻപ് പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ, പഴയ സിലബസ് പ്രകാരം പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവുക ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനിയുടെ ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡിന് ടാക്സ് അടയ്ക്കേണ്ട, എക്സംപ്റ്റ് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അതെന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ക്വസ്റ്റ്യനിൽ വന്നാൽ ഫുൾ എമൗണ്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ടാക്സബിൾ ആയിട്ട് കാണിക്കണം. അതുപോലെ ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, അതായത് ഡിവിഡൻഡ് നിങ്ങൾ എവിടെയൊക്കെ കണ്ടോ മക്കളെ, അതൊക്കെ എടുത്ത് എഴുതിക്കോ, അതൊക്കെ എടുത്ത് എഴുതി ടോട്ടൽ ചെയ്യണം കേട്ടോ. സെറ്റായോ? ഇനി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ കേസ് കുറച്ച് പറയുന്നുണ്ട്. അതെല്ലാം ഈ പറയുന്ന കേസുകളെല്ലാം എക്സംപ്റ്റഡ് ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ ഫോറിൻ കറൻസി, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് പറയുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ലോട്ടറി അടിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊരാൾക്ക് 1,00,000 രൂപ ലോട്ടറി അടിച്ചു. അതവിടെ കയ്യിലോട്ട് എത്ര രൂപ കിട്ടുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1,00,000 റുപ്പീസ് ലോട്ടറി അടിച്ചാൽ എത്ര പെർസെൻറ്റേജ് എടുക്കും? കേട്ടില്ല. 30% എടുക്കും അല്ലേ? അപ്പോൾ 1,00,000-ന് 30% എന്ന് പറഞ്ഞാൽ 30,000 രൂപ. ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് അടച്ചാൽ മതി. ശരിയല്ലേ? ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിലോട്ട് കിട്ടുള്ളൂ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കുന്ന ടാക്സബിൾ എമൗണ്ട് എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം? 1,00,000 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്നാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ, റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്ന് പറയുന്ന അർത്ഥം ലോട്ടറിയിൽ നിന്നും അയാൾക്ക് കിട്ടിയിട്ടുള്ള വരുമാനമാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ഗ്രോസ് എമൗണ്ട് കാണണം. അതായത് ആക്ച്വലി അയാൾക്ക് എത്ര രൂപ ലോട്ടറി അടിച്ചു അത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? കിട്ടിയ എമൗണ്ട് എത്ര രൂപയാണ് ലോട്ടറിയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ളത് അതേ ഇൻറ്റു 100/70 ചെയ്യണം. നോട്ട് ചെയ്തോ കേട്ടോ. ഇപ്പോൾ നമുക്ക് ലോട്ടറിയിൽ നിന്നും റിസീവ്ഡ് ഫ്രം ലോട്ടറിന്നോ അല്ലെങ്കിൽ നെറ്റ് എമൗണ്ട് എന്നോ ക്വസ്റ്റ്യനിൽ പറയുവാണെങ്കിൽ നിങ്ങളതിന് ഗ്രോസ് എമൗണ്ടിലോട്ട് ആക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു 100/70 ചെയ്യണം. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാട്ടോ മക്കളെ. അതായത് ലോട്ടറി അടിച്ചിട്ട് ലോട്ടറിയിൽ നിന്നും ആ വ്യക്തിക്ക് പർട്ടിക്കുലർ പെർസെൻറ്റ് കിട്ടിയിട്ടുള്ള എമൗണ്ടാണ് ക്വസ്റ്റ്യനിൽ തരുന്നെങ്കിൽ എമൗണ്ട് റിസീവ്ഡ് തന്നെ ക്വസ്റ്റ്യനിൽ പറയാം കേട്ടോ. അല്ലെങ്കിലോ വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നെറ്റ് എന്ന് പറയുകയോ ചെയ്താൽ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലോട്ടറിന്നോ അല്ലെങ്കിൽ വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നെറ്റ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന എമൗണ്ടിനെ എന്തിലോട്ടാക്കണം? ഗ്രോസ് എമൗണ്ടിലോട്ട് ആക്കണം. എങ്ങനെ ഗ്രോസ് എമൗണ്ടിലോട്ട് ആക്കുക? ആ തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു എന്ത് ചെയ്യണം? 100/70 ചെയ്യണം. 100/70 ചെയ്യണം. നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇതേപോലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ലേ? അതായത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇല്ലേ? ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഡിബഞ്ചറിന്നോ, ഇവിടെ നമുക്ക് ബാങ്കില്ല, ടാക്സ് ഫ്രീ ഡിബഞ്ചറിയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇല്ലേ മക്കളെ? ആ ഇൻട്രസ്റ്റിന് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടാവും. അതിന് സാധാരണഗതിയിൽ നമ്മൾ ടാക്സ് അടയ്ക്കുക 10% ആണ്. എത്രയാണ് ടാക്സ് അടയ്ക്കുക? 10%. അപ്പോൾ ഈ 10% ടാക്സ് അടച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ ഗ്രോസ് എങ്ങനെ കാണാം? യെസ്, വെരി ഗുഡ്. തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു 100/90 ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നോ അല്ലെങ്കിൽ റിസീവ്ഡ് ഫ്രം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് റിസീവ്ഡ് എന്നോ അല്ലെങ്കിൽ നെറ്റ് എന്നോ പറഞ്ഞാൽ അതിനെ ഗ്രോസിലോട്ട് ആക്കണമെങ്കിൽ തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു 100/90 ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് റെസ്പോണ്ട് ചെയ്തേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഡിബഞ്ചറിനും അത് ലോട്ടറിക്ക് മാത്രമേ എങ്ങനെ ഉണ്ടാവുള്ളൂ? ഈ രണ്ട് സാധനങ്ങളെ ഗ്രോസ് ആക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അഗ്രികൾച്ചർ ഇൻകം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചർ ഇൻകം ഫുള്ളി എന്താ? ടാക്സ് അടയ്ക്കണോ? എക്സംപ്റ്റഡ് ആണ്.
അത് ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ അഗ്രികൾച്ചർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലോ, ഇന്ത്യക്ക് പുറത്തുള്ള അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിലോ ഫുൾ എമൗണ്ടിന് ടാക്സ് അടയ്ക്കും. നോട്ട് ചെയ്യുക കേട്ടോ. ഇനി ഗിഫ്റ്റ് മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. ഗിഫ്റ്റിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഗിഫ്റ്റ്. എനി ഗിഫ്റ്റ് എക്സീഡിങ് ₹50,000 റിസീവ്ഡ് ദ ഹോൾ ഓഫ് സച്ച് എമൗണ്ട് ഈസ് ടാക്സബിൾ. അതായത് ഒരാൾ നമുക്ക് 50,000 രൂപയിൽ കൂടുതൽ എമൗണ്ട് ഗിഫ്റ്റ് തന്നാൽ നമ്മൾ എന്തടയ്ക്കണം? ആ ഫുൾ എമൗണ്ടിനും എന്തടയ്ക്കണം? യെസ്, ഫുൾ എമൗണ്ടിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. ക്ലിയർ ആയോ? അത് ശ്രദ്ധിക്കുക. നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര രൂപയിൽ കൂടുതലാണെങ്കിൽ 50,000 രൂപയിൽ കൂടുതൽ എമൗണ്ട് ആയിട്ട് നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ, ഇപ്പോൾ ഒരു 55,000 രൂപ ഒരാൾ ഗിഫ്റ്റ് തന്നു, അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം? അല്ല, 55,000-ന് ടാക്സ് അടയ്ക്കണം. ദ ഹോൾ ഓഫ് സച്ച് എമൗണ്ട് ഈസ് ടാക്സബിൾ. കത്തിയാ? അപ്പൊ 51,000 രൂപ ഒരാൾ തന്നാലോ? ഫുൾ എമൗണ്ടിന് അടയ്ക്കണം. 51,000 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ? അത് എവിടെയാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നത്? ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. എനി ഗിഫ്റ്റ് എക്സീഡിങ് ₹50,000 റിസീവ്ഡ്, 50,000 രൂപയിൽ കൂടുതൽ എമൗണ്ട് വാല്യൂ ഉള്ള ഗിഫ്റ്റ് നമുക്ക് കിട്ടിയാൽ ആ ഫുൾ എമൗണ്ടിനും ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ 49,000 48,000 രൂപയ്ക്ക് ഗിഫ്റ്റ് കിട്ടി നമ്മൾ ടാക്സ് അടയ്ക്കണ്ടല്ലോ? വേണ്ട. പക്ഷേ ഒരു 50,001 രൂപയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയാലോ? 50,001 രൂപ ഒരാൾ തന്നു ഗിഫ്റ്റായിട്ട്, നമ്മൾ മനഃപൂർവ്വം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് 50,001 രൂപ ഒരാൾ നമുക്ക് എമൗണ്ട് തന്നാൽ നമ്മൾ എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം? ഫുൾ എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം. വെരി ഗുഡ്. ഇനി എനി ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എക്സീഡ് ₹50,000, അതായത് 50,000 രൂപയിൽ മൂല്യമുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തത്, വല്ല ലാൻഡോ അല്ലെങ്കിൽ വല്ല ബിൽഡിങ്ങോ, അതായത് 50,000 രൂപയിൽ കൂടുതൽ മൂല്യമുള്ള ഒരു വീടോ അല്ലെങ്കിൽ വല്ല സ്ഥലമോ എങ്ങനെ ആരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ നമ്മൾ എന്തടയ്ക്കണം? അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ലേ? സ്റ്റാമ്പ് ഡ്യൂട്ടി. ആ സ്റ്റാമ്പ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ 10% ഇല്ലേ ഈ കിട്ടിയ എമൗണ്ടിൻ്റെ, അതിൻ്റെ ആക്ച്വലി ഉള്ള ആ വാല്യൂവിൻ്റെ 10%, അതിൽ ഏതാണോ ഹയർ എമൗണ്ട് ആ എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം. അതൊന്നും അങ്ങനെ തിയറി ആയിട്ട് വരുള്ളൂ, പ്രോബ്ലത്തിൽ അങ്ങനെ വരാറില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് മക്കളെ. ഈ അടുത്ത് അംബാനിയുടെയോ ആരുടെയോ മകൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അപ്പോൾ അവരുടെ കല്യാണത്തിൽ കൊടുത്ത ഗിഫ്റ്റ് ഇല്ലേ, എന്തോ വലിയ ഹ്യൂജ് എമൗണ്ട് ഗിഫ്റ്റുകളൊക്കെ ആളുകൾ കൊടുത്തായിരുന്നു അല്ലേ? അതിനൊന്നും അയാൾ ടാക്സ് അടയ്ക്കേണ്ട. കാരണം അതിൽ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. റിലേറ്റീവ് കൊടുക്കുന്ന ഗിഫ്റ്റോ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റോ അല്ലെങ്കിൽ ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ്, കണ്ടോ, സ്വന്തം കല്യാണ സമയത്ത് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റുകൾക്കൊന്നും നമ്മൾ എന്തടയ്ക്കേണ്ട? എത്ര രൂപയുടെ ഗിഫ്റ്റ് കൊടുത്താലും നമ്മൾ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. ക്ലിയർ ആയോ? അപ്പോൾ ഈ പറയുന്ന പ്രൊവിഷൻ സാധാരണ കേസിലേ അപ്ലിക്കബിൾ ഉള്ളൂ. ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ്, കല്യാണ സമയത്തോ മാരേജ് ഒക്കേഷനിലോ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് പാരമ്പര്യമായിട്ടോ റിലേറ്റീവ് തരുന്ന ഗിഫ്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ പാരൻറ്റ്, ആ വ്യക്തിയുടെ പാരൻറ്റോ അല്ലെങ്കിൽ സ്പൗസിൻ്റെ പാരൻറ്റോ അല്ലെങ്കിൽ ബ്രദർ ഓർ സിസ്റ്ററോ അങ്ങനെയുള്ളതില്ലേ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ റിലേറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യോ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് വല്ല ലാൻഡോ അല്ലെങ്കിൽ വല്ല ബിൽഡിങ്ങോ ഒക്കെ നമുക്ക് 50,000 രൂപയിൽ കൂടുതൽ മൂല്യമുള്ള ലാൻഡോ ബിൽഡിങ്ങോ ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ലേ, അതായത് നമ്മൾ സാധാരണ ടാക്സ് അടയ്ക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ കണക്കാക്കും. അതായത് ആ ലാൻഡിൻ്റെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി നോക്കും. അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ മൂല്യമുള്ള സാധനമാണ് അവർ തരുന്നത് അതിന് 10% നോക്കും. ഈ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏതാണോ അതിന് ടാക്സ് അടയ്ക്കണം. വിച്ച് എവർ ഈസ് ഹയർ.
ക്ലിയർ ആയോ മോളെ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. അടുത്തത് നമ്മുടെ പോസ്റ്റ് ഓഫീസില്ലേ മക്കളെ? പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ട് ഉണ്ടോ? പോസ്റ്റ് ഓഫീസിൽ ആർക്കെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ഉണ്ടോ പോസ്റ്റ് ഓഫീസിൽ? ഉണ്ട്. ഈ പോസ്റ്റ് ഓഫീസിൽ കിടക്കണ ഡെപ്പോസിറ്റ് ഇല്ലേ, അതായത് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ആ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു 3500 രൂപ വരെ നമുക്ക് ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തടയ്ക്കേണ്ട? 3500 വരെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റുകൾക്ക് എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. പക്ഷെ 3500 രൂപയിൽ കൂടുതൽ എമൗണ്ട് എങ്ങാനും നമുക്ക് ഇൻട്രസ്റ്റ് വന്നാൽ ആ ബാക്കിയുള്ള എമൗണ്ട് ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ ഒരാൾക്ക്, ഒരു പർട്ടിക്കുലർ പേഴ്സണ് ആ ഒരു വർഷം 4000 രൂപ പലിശ കിട്ടി. ബാങ്കിൽ കിടക്കുന്ന, ആ പോസ്റ്റ് ഓഫീസിൽ കിടക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് ഇല്ലേ, അതിനൊരു 4000 രൂപ പലിശ കിട്ടിയ ഒരു വർഷം. അപ്പോൾ അയാൾ എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം? 500 രൂപയ്ക്ക്. 4500, 3500 വരെ അടയ്ക്കേണ്ട. അപ് ടു ₹3,500. ക്ലിയർ അല്ലേ? ഇത് ഗിഫ്റ്റിൻ്റെ പോലെയല്ല. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഹോൾ എമൗണ്ട് ടാക്സ് അടയ്ക്കണം, 50,000 മേളിൽ പോയാൽ. പക്ഷേ ഇവിടെ കരുതത് കണ്ടീഷനാണ്, ആ ഒരു പരിധിയുണ്ട്. 3500 രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട. അപ്പം 4000 രൂപ പലിശ കിട്ടിയാൽ എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം? 500 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം. ഇനിയിപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അങ്ങനെ ജോയിൻ്റ് ആയിട്ടാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നതെങ്കിൽ 7000 രൂപ വരെ എന്തടയ്ക്കേണ്ട? 7000 രൂപ വരെ കിട്ടുന്ന പലിശയ്ക്ക് എന്തടയ്ക്കേണ്ട? ഇൻട്രസ്റ്റ് എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി റോയൽറ്റി ഇൻകം. റോയൽറ്റി ഇൻകം എന്നെങ്ങാനും ക്വസ്റ്റ്യനിൽ തന്നാൽ ആ റോയൽറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ എക്സ്പെൻസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. ആ എക്സ്പെൻസ് വെറുതെ കുറച്ച് ചെയ്ത്, ചിലപ്പോഴേ ചില ഇൻകംസ് നമുക്ക് തന്നിട്ട് ബ്രാക്കറ്റിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻകം ഏൺ ചെയ്യാൻ നമുക്ക് കുറച്ച് എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യാൻ പാടുള്ളൂ? ആ എക്സ്പെൻസും കൂടി കുറച്ചിട്ട് ബാക്കിയുള്ള ഇൻകത്തിന് ടാക്സ് അടച്ചാൽ മതി. ക്ലിയർ ആയോ? റോയൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ കണ്ടുപിടിച്ച സാധനം നമ്മൾ ആ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മളത് എന്ത് ചെയ്യുകയാണെങ്കിൽ, ആദ്യം നമ്മൾ എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിച്ചു, അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് വേറെ ആൾ, എനിക്കത് പറഞ്ഞു തരും, ഞാനത് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയും? അത് തരാം, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എനിക്ക് ഇത്ര എമൗണ്ട് തരണം. അങ്ങനെ മനസ്സിലായോ? അങ്ങനെ ഒരാളുടെ ഓണർഷിപ്പ് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ ഓണർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലമാണ് റോയൽറ്റി. ക്ലിയർ ആയോടാ? യെസ്. പ്രോബ്ലം കാണിച്ചുതരാം. ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെ വരാമെന്ന് പറഞ്ഞുതരാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ്. കണ്ടോ? താഴെ തന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് എന്ത് വർക്കൗട്ട് ചെയ്യുക? ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഡയറക്ടേഴ്സ് ഫീസ് ഓൾറെഡി നമുക്കറിയാം. ഈ ഹെഡിൽ വരുന്നല്ലേ, നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഈ ഹെഡിൽ വരിക എന്ന് പറഞ്ഞു അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ നോക്കി എന്തൊക്കെ ഇൻകംസ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഗിഫ്റ്റ് ഫ്രം നോൺ റിലേറ്റീവ്, റോയൽറ്റി, ഡയറക്ടേഴ്സ് ഫീസ്, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ, ഡിസ്റ്റർബൻസ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഡയറക്ടേഴ്സ് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ വെറുതെ എടുത്ത് എഴുതുക, ഡയറക്ടേഴ്സ് ഫീസ് 12,800. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ വരുമോ മക്കളെ? ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചർ ഇൻകം വരുമോ? അപ്പോൾ നമ്മളെടുത്ത് എഴുതേണ്ട ഡാഷ് ഇടുക. അടുത്തത് അഗ്രികൾച്ചർ ഇൻ ശ്രീലങ്ക ആണെങ്കിലോ? ഇന്ത്യക്ക് പുറത്തുള്ളതാണല്ലോ ശ്രീലങ്ക, അപ്പോൾ അതിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി വരുമല്ലോ? ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡിന് ഇപ്പോൾ പുതിയ ആ ഒരു സിസ്റ്റം പ്രകാരം ടാക്സ് അടയ്ക്കണം. അപ്പോൾ 60,000 രൂപയ്ക്ക് ഫുള്ളായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. അടുത്തൊരു ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി വരും. വിന്നിങ് ഫ്രം ക്രോസ് വേർഡ് പസിൽസ്, പക്ഷേ ബ്രാക്കറ്റിൽ ഗ്രോസ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ വെറുതെ എടുത്ത് എഴുതിയാൽ മതി, 12,000 നമ്മൾ വെറുതെ എടുത്ത് എഴുതുക. റോയൽറ്റി ഇൻകം മക്കളെ, റോയൽറ്റി ഇൻകം മൊത്തം 1,00,000 പക്ഷെ ഒരു 30,000 രൂപ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എക്സ്പെൻസ് ബ്രാക്കറ്റിൽ തന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? അത് കുറച്ചിട്ട് കുറയ്ക്കണം. ആ ചിലവ് കൂടി കുറച്ചിട്ട് ബാക്കിയുള്ള പൈസക്ക് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ 1,00,000 നിന്ന് 30,000 രൂപ കുറയ്ക്കുക. 30,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 70,000 രൂപ കിട്ടും. ആ 70,000 മാത്രം എഴുതിയാൽ മതി. കണ്ടോ സ്ക്രീനിൽ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സ്ക്രീനിൽ കണ്ടില്ലേ? ചോദിച്ചോ? വരും പറഞ്ഞല്ലോ ഞാൻ. ഡിവിഡൻഡ് ഫ്രം ഫോറിൻ, ഡിവിഡൻഡ് എല്ലാം ടാക്സബിൾ ആടാ.
ഈ ഗ്രോസ് എഴുതിയിട്ടില്ലേ അത് ഇൻകം മേലെ? ഗ്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ഇൻട്രസ്റ്റ് അതുപോലെ ലോട്ടറി ക്രോസ്വേഡ് പസിൽസ് ഒക്കെയാണ് ബ്രാക്കറ്റിൽ നെറ്റ് ആണെങ്കിൽ ഗ്രോസ് ആക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ ഓൾറെഡി ഇതൊക്കെ ഗ്രോസ് ആണ്. പിന്നെ ഡിവിഡൻറ്റിന് അങ്ങനെ ഗ്രോസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. തന്നിട്ടുള്ള എമൗണ്ട് വെറുതെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോടാ. ആ ശരി. ഹോണറേറിയം ഫ്രം ലെക്ചേഴ്സ് അതും ഈ ഒരു ഹെഡിൽ വരുന്ന ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ആണ്. അപ്പോൾ വെറുതെ എടുത്ത് എഴുതുക, 50,000 എടുത്ത് എഴുതി. വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് അത് ഗ്രോസ് ആണ് തന്നേക്കണേ. അപ്പോൾ ഇനി അതിന് ഗ്രോസ് ഒന്നും ആക്കാനില്ല. എത്രയാണ് ആൾ കുതിരപ്പന്തയത്തിൽ വിജയിച്ചിട്ടുള്ളത്, എത്രയാണ്? 40,000 രൂപയ്ക്കാണ്. നമ്മൾ വെറുതെ എടുത്ത് എഴുതുക. സെറ്റല്ലേ? അപ്പോൾ 40,000 വെറുതെ എടുത്ത് എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ഈ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ എപ്പോഴും ക്വസ്റ്റിനിൽ വരുന്നതാണ് കേട്ടോ. അത് വെറുതെ എടുത്ത് എഴുതിയാൽ മതി. 15,000. ഇതെല്ലാം കൊണ്ട് ടോട്ടൽ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഇൻകമാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ക്ലിയർ ആണോ മക്കളെ? ഞാനൊരു കാര്യം പറയും, ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നത് വളരെ സിമ്പിളാണ് സ്കോർ ചെയ്യാൻ. കാരണം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും 1, 2, 3 തെറ്റിയാലും ബാക്കിയുള്ളത് നിങ്ങൾ വെറുതെ എഴുതി കൂട്ടി വയ്ക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ മാർക്ക് കിട്ടും കേട്ടോ. സെറ്റല്ലേ? എക്സംഷൻ ഉള്ളത് വെറുതെ ഡാഷ് ഇട്ട് വെച്ചാൽ മതി, ബാക്കിയൊക്കെ കൂട്ടി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അബദ്ധവശാൽ നമ്മൾ ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളതിന് മാർക്ക് കിട്ടുമല്ലോ. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മ്യൂട്ട് ചെയ്തോളൂ. ശ്രീ തോമസ് റിസീവ്ഡ് ദ ഫോളോയിങ് ഇൻകം. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വെറുതെ എടുത്ത് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, മക്കൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ലോക്കൽ അതോറിറ്റിയുടെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലോക്കൽ അതോറിറ്റി അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ വന്നാൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഗ്രോസപ്പ് ചെയ്യണം. എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചോ. എന്ത് ചെയ്യണം? എഴുതി വെച്ചോ. ഗ്രോസ്. നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറിൻ്റെ കേസിൽ നിന്ന് നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് കിട്ടിയാലും അതിന് ഗ്രോസ് എമൗണ്ട് കാണണം. എങ്ങനെ ഗ്രോസ് എമൗണ്ട് കാണാം? 10% ആയിരിക്കില്ല നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഗ്രോസ് ചെയ്യുക? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു 100/90 ചെയ്യണം കേട്ടോ. പക്ഷെ ലോട്ടറിയുടെ കേസ് ആണെങ്കിലോ 100/70 ആണ്. ബാക്കി ഡിബഞ്ചറിൻ്റെ കേസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡിബഞ്ചറാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ടാക്സ് ഫ്രീ ഡിബഞ്ചർ, അങ്ങനെ ഏത് ഡിബഞ്ചറാണോ പറഞ്ഞേക്കണേ ആ തന്നിട്ടുള്ള എമൗണ്ടിൻ്റെ 100/90 ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഉണ്ടല്ലോ 7,200. അപ്പോൾ 7,200 ഇൻറ്റു 100/90 ചെയ്യുക. അപ്പോൾ നമുക്ക് 8,000 കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് ഡിബഞ്ചറിൽ നിന്ന് 8,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ ആൾ 800 രൂപ 10% ടാക്സ് അടച്ച് ബാക്കി 7,200 കയ്യിലോട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എത്രയാണെന്നുള്ളത് ഒറിജിനൽ കിട്ടാനാണ് നമ്മൾ 100/90 ചെയ്യുന്നത്. ക്ലിയർ ആയോ? കത്തിയോ? ഗ്രോസപ്പ് ചെയ്തോളൂ. തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു 100/90 കേട്ടോ. അടുത്ത് പറഞ്ഞേ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് വയൂദ് ലിമിറ്റഡ്. അതും ഡിബഞ്ചറിന് ഇത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 14,400. എന്ത് ചെയ്യണം? 14,400 into 100/90 ഇപ്പോൾ 16. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ആ കമ്പനിയിൽ നിന്ന് ആ ഡിബഞ്ചറിൽ നിന്ന് കിട്ടിയിട്ടുള്ള പലിശ 16,000 ആണ്. പക്ഷേ അയാൾ 10% ടാക്സ് അടച്ചിട്ടുണ്ട്. അതിനാണ് 14,000 അവരുടെ കയ്യിലോട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ കയ്യിലോട്ട് കിട്ടിയ എമൗണ്ട് അല്ല വേണ്ടത്, എത്ര രൂപ ആൾ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ട ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ 100/90 ചെയ്യണം. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് പവിത്ര ലിമിറ്റഡ്. അപ്പോൾ എന്ത് ചെയ്യണം? 100/90 ചെയ്യുക. അപ്പോൾ 40,000 കിട്ടും. അടുത്ത ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ഫുള്ളി ടാക്സബിൾ ആണ് കേട്ടോ. അപ്പോൾ വെറുതെ എടുത്ത് ചെയ്താൽ 12,000 നമ്മൾ വെറുതെ എടുത്ത് ചെയ്താൽ. അടുത്ത് പറഞ്ഞ മക്കളെ ഇൻട്രസ്റ്റ് ഫ്രം പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് എത്ര രൂപ വരെ ടാക്സ് അടയ്ക്കണ്ട? 3,500 രൂപ വരെയുള്ള ഇൻട്രസ്റ്റിന് ടാക്സ് അടയ്ക്കണ്ട. ഇത് വെറും 600 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ എടുക്കണോ? ടാക്സ് അടയ്ക്കണോ? അപ്പോൾ ഡാഷ് ഇടുക. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. സബ്ലെറ്റിംഗ് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ 6,000 രൂപയാണ് വരുമാനം കിട്ടിയേക്കണേ. ഒരു 2,000 രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്, റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? എക്സ്പെൻസ് വന്ന് എന്ത് ചെയ്യണമെന്ന് പറയണേ? ബ്രാക്കറ്റിൽ നിങ്ങൾ എമൗണ്ട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയണേ? അപ്പോൾ 6,000 നിന്ന് 2,000 കുറച്ച് 4,000 ചെയ്ത് ടോട്ടൽ ചെയ്യുക. ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? അടുത്ത് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഈ കാൽക്കുലേറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം എ ഫ്രണ്ട്. മക്കളെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ ഗിഫ്റ്റ് കിട്ടി. എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണോ വേണ്ടയോ? ഫുൾ എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം. കാരണം എന്തുകൊണ്ടാ?
50,000 രൂപയിൽ കൂടുതൽ കിട്ടുന്ന ഗിഫ്റ്റിന് എന്തടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഹോൾ എമൗണ്ട് ടാക്സ് അടയ്ക്കണം. പക്ഷേ ആ ഗിഫ്റ്റ് റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒക്കേഷൻ ഓഫ് മാരേജ് ഒക്കേഷനിലൊക്കെ വെച്ച് കിട്ടുകയാണെങ്കിലോ അതിന് ടാക്സ് അടയ്ക്കണോ? വേണ്ട. പക്ഷേ ഇത് ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ ആരുമല്ല ഫ്രണ്ട് അല്ലേ, റിലേറ്റീവ് ഒന്നും അല്ല ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് ടാക്സ് അടയ്ക്കണ്ടേ? അപ്പോൾ 1,00,000 രൂപയ്ക്കും ടാക്സ് അടയ്ക്കണം. സെറ്റല്ലേ? ഇനി ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ഹിസ് എൽഡർ ബ്രദർ ആണെങ്കിലോ? എൽഡർ ബ്രദറാ വേണ്ട. പക്ഷെ അത് എൽഡർ ബ്രദർ ആയതുകൊണ്ട് മാത്രമല്ല വേണ്ടാത്ത, അത് വെറും 30,000 ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വേണ്ട. 30,000 എമൗണ്ട് നോക്കുകയാണെങ്കിലും ഇപ്പൊ വേണ്ട, എൽഡർ ബ്രദർ ആണെങ്കിലും വേണ്ട. സെറ്റല്ലേ? ചോദിച്ചോളൂ. അപ്പൊ ഈ എൽഡർ ബ്രദറിന്റെ കയ്യിൽ നിന്ന് 50,000 മുകളിൽ വന്നാല് ടാക്സ് കൊടുക്കണോ? വേണ്ട, കാരണം റിലേറ്റീവ് അല്ലേ. ഓക്കെ. വിന്നിങ് ഫ്രം ലോട്ടറി വെറുതെ എടുത്ത് എഴുതാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഗ്രോസ് എമൗണ്ട് ആണ് കേട്ടോ മക്കളെ. ഒന്നും പറയില്ല, വെറുതെ വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് എന്ത് എമൗണ്ട് ആണ്? ഗ്രോസ് ആണ്. അപ്പോൾ ഒന്നും ചെയ്യണേ, വെറുതെ എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്നായിരുന്നെങ്കിലോ? ലോട്ടറി നമ്മുടെ കയ്യിലോട്ട് കിട്ടിയ എമൗണ്ട് ആണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നെങ്കിലോ? അതിനെ ഗ്രോസിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് വിന്നിങ് ഫ്രം ലോട്ടറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 50,000 വെറുതെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി എടുക്കാമല്ലോ. ഇന്ത്യൻ കമ്പനി വെറുതെ എടുത്ത് ചെയ്താൽ 16,000. അടുത്ത റെന്റ് ഫ്രം പ്ലാന്റ് ആണ് 50,000. പക്ഷെ കുറച്ച് എക്സ്പെൻസ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 12,000 1000 എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ ഞാൻ കുറച്ച് എഴുതണം. അപ്പോൾ 50,000 ഒരു 13,000 രൂപ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 13,000 കുറയ്ക്കുമ്പോൾ 37,000. യെസ്. അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഗ്രോസ് ആണ്. അത് ഗ്രോസ് എന്ന് ഡയറക്ട്ലി ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻറ്റു 100/90 ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇൻട്രസ്റ്റ് ഡിബെഞ്ചറിൻ്റെ കേസ്. അപ്പോൾ ഈ 50,000 വെറുതെ എടുത്ത് എഴുതുക. ഇനി മക്കളെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം പാർട്ട്ണർഷിപ്പ്, അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ, ഇതിനൊന്നും എന്തടയ്ക്കണ്ട ഇന്ത്യയിൽ? അപ്പോൾ ഇത് എഴുതണ്ട, വെറുതെ ഡാഷ് ഇട്ട് വയ്ക്കുക. ഇനി ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഒരു 7,500 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തടയ്ക്കണം? ഫുൾ എമൗണ്ട് ടാക്സ് അടയ്ക്കണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഇൻട്രസ്റ്റ് ഫ്രം പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആയിരുന്നെങ്കിലോ? യെസ്, വെരി ഗുഡ്. 3,500 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണ്ടല്ലോ. അപ്പോൾ 7,500 നിന്ന് 3,500 കുറച്ച് ബാക്കി 4,000 രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി. ക്ലിയർ ആയോ? സത്യോ? പക്ഷേ ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ, അപ്പോൾ അതിന് ഫുൾ എമൗണ്ട് ടാക്സ് അടയ്ക്കണം. ഇനി റോയൽറ്റി ഇൻകം ഒരു 54,000, പക്ഷെ ഒരു 6,000 രൂപ നമുക്ക് ചിലവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 54,000 6,000 കുറച്ച് ബാക്കി 48,000 എഴുതാം കേട്ടോ. ഇനി കളക്ഷൻ ചാർജ് ഓൺ ഡിവിഡൻഡ് ഒന്നും എടുക്കണ്ട. അത് ഡിവിഡൻഡ് എല്ലാ ഡിവിഡൻഡും കൂടി വന്നിട്ടുള്ള മൊത്തം കളക്ഷൻ ചാർജാണ് 300 രൂപ. നമുക്കൊരു പർട്ടിക്കുലർ ഡിവിഡൻഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് തന്ന് എടുക്കണ്ട കേട്ടോ. കളക്ഷൻ ചാർജസ് എന്നൊക്കെ പറഞ്ഞ് അടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തന്നാൽ, ഇപ്പോൾ ലോട്ടറിയുടെ എമൗണ്ട് ഇത് വരും. ലോട്ടറി ടിക്കറ്റ് ഇത്ര രൂപയ്ക്കാണ് ലോട്ടറി ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ആ ലോട്ടറി ടിക്കറ്റിൻ്റെ എമൗണ്ട് ഒന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റൂല കേട്ടോ. ആരെങ്കിലും മക്കളെ ലോട്ടറി ടിക്കറ്റ് എടുത്ത പൈസ കുറച്ചിട്ട് ടാക്സ് അടയ്ക്കാൻ സമ്മതിക്കുമോ? എനിക്കൊരു 20,000 ലോട്ടറി അടിച്ചു. അവർ പറഞ്ഞു ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു, ഞാൻ ടാക്സ് അടച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറയാണ് ലോട്ടറി ടിക്കറ്റ് ഞാൻ ഇത്ര രൂപയ്ക്ക് എടുത്തു, അതുകൊണ്ട് എനിക്ക് അതുകൂടി കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഞാൻ ടാക്സ് അടയ്ക്കുള്ളൂ എന്ന് പറയാൻ അവർ സമ്മതിക്കുമോ? അപ്പോൾ ലോട്ടറി ടിക്കറ്റ് ഇത്ര രൂപയ്ക്ക് എടുത്തു എന്ന് അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അതൊന്നും എടുക്കണ്ട, കൺസിഡറേ ചെയ്യേണ്ട. ബാക്കിയുള്ള രീതിയിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന പോലെ ചെയ്യുക ഇതേപോലെ. അപ്പോൾ അതുപോലെ ഡിവിഡൻഡിന് നമുക്ക് വന്നിട്ടുള്ള കളക്ഷൻ ചാർജസും നമുക്ക് എടുക്കണ്ട. സെറ്റല്ലേ? ചേട്ടാ, ലോട്ടറിയിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞില്ലേ 100/70 ചെയ്യണ ഒരു സംഭവം, അത് റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്ന് പറയുകയോ ബ്രാക്കറ്റിൽ നെറ്റ് എന്ന് പറയുകയോ ചെയ്താൽ, ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ലോട്ടറി അല്ലെങ്കിൽ ഹോഴ്സ് റേസ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയടാ മക്കളെല്ലാവരും ശ്രദ്ധിച്ചോട്ടെ. വേറൊരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. നോക്കി, കാൽക്കുലേറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. വിന്നിങ് ഫ്രം ലോട്ടറി, വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ചെയ്യണ്ട, വെറുതെ എടുത്ത് ചെയ്താൽ 2 lakh. പക്ഷേ റിസീവ്ഡ് ഫ്രം ഹോഴ്സ് റേസ് ആണെങ്കിലോ? ഈ ലോട്ടറിയുടെ കേസിൽ മാത്രമല്ല കേട്ടോ മക്കളെ ഗ്രോസ് ചെയ്യേണ്ടത്.
ലോട്ടറി ഇൻകം, ഹോഴ്സ് റേസ്, ക്രോസ്വേഡ് പസിൽസ്, ഗാംബിളിങ്, ബെറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഈ പറയുന്ന ഇൻകംസ് ഒക്കെ നമ്മൾ 100/70 ചെയ്ത് ഗ്രോസ് അപ്പ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസീവ്ഡ് ഫ്രം ഹോഴ്സ് റേസാണ്. ഇപ്പോൾ റിസീവ്ഡ് ഫ്രം ലോട്ടറി എന്ന് പറയുകയോ റിസീവ്ഡ് ഫ്രം ഹോഴ്സ് റേസ് എന്ന് പറയുകയോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100/70 ചെയ്യണം. അപ്പോൾ 49,000 ഇൻറ്റു 100/70 ചെയ്യുമ്പോൾ നമുക്ക് 70,000 കിട്ടും. മക്കളെ സെറ്റായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പൊ അവിടെ നെറ്റ് ഗ്രോസ് എന്നാണെങ്കിലോ? ഗ്രോസ് എന്നാണെങ്കിൽ വെറുതെ എടുത്ത് എഴുതിയാൽ മതി. റിസീവ്ഡ് ഫ്രം ഹോഴ്സ് റേസ് കഴിഞ്ഞിട്ട് അവിടെ ഗ്രോസ് ആണെങ്കിൽ വെറുതെ എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ വരില്ല. റിസീവ്ഡ് എന്നാണ് വേർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കയ്യിലോട്ട് കിട്ടിയ പൈസയാണ്, ടാക്സ് അടച്ചതിന് ശേഷമുള്ള പൈസയാണ്. അപ്പോൾ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പത്തെ പൈസ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഗ്രോസ് എന്ന് അങ്ങനെ തന്നു, അബദ്ധവശാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രോസ് എന്ന് വന്നാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട, വെറുതെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ മോളെ. മക്കളെ എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഇനി ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം എ ഫ്രണ്ട്, എൽഡർ ബ്രദർ, ഒക്കേഷൻ ഓഫ് മാരേജ്, NRI ഫ്രണ്ട്. മക്കൾ ഒന്നിൽ കൂടുതൽ ഫ്രണ്ടുകൾ ഒരാൾക്ക് ഗിഫ്റ്റ് തന്നാൽ നമ്മളത് കൂട്ടി നോക്കണം. എന്നിട്ട് 50,000 മേളിലുണ്ടോ നോക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, ഒരു പ്രോബ്ലത്തിൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കൂട്ടി നോക്കണം. അപ്പോൾ 2 ഫ്രണ്ട് തന്നിട്ടുണ്ട്. ഒന്ന് എ ഫ്രണ്ട് 30,000, ഒരു NRI ഫ്രണ്ട് 40,000. അപ്പോൾ എത്രയായി? 30,000 + 40,000 എത്രയായി? അത് വേണ്ട, ഒക്കേഷൻ ഓഫ് മാരേജ് ടാക്സ് അടക്കണ്ടല്ലോടാ. അപ്പൊ പറഞ്ഞോ, എ ഫ്രണ്ട്, ഒരു ഫ്രണ്ട് 30,000 തന്നു, ഒരു NRI ഫ്രണ്ട് 40,000. അപ്പൊ ടോട്ടൽ എത്രയായി? 70,000. ടാക്സ് അടയ്ക്കണോ? നിങ്ങൾ പറഞ്ഞോ. വേണം. 50,000 രൂപയിൽ മേളിൽ പോയി ടാക്സ് അടയ്ക്കണം. അപ്പൊ 70,000 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം. സെറ്റല്ലേ? ഇനി എൽഡർ ബ്രദർ തന്ന ചോദിച്ചോ. 50,000 മുകളിൽ, എബോവ് 50,000. എൽഡർ ബ്രദർ ടാക്സ് അടയ്ക്കണോ? 1 lakh. എ ഫ്രണ്ട് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹിസ് മാരേജ്, അതോ? വേണ്ട. അപ്പോൾ എടുത്ത് എഴുതാം, ടോട്ടൽ ചെയ്യുക. അപ്പോൾ 3,40,000 ആണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം, ഇത് ഹോംവർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്, എല്ലാവരും ഹോംവർക്ക് ചെയ്യുക കേട്ടോ. അതിന് ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട്, അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പക്ഷേ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. ഇനി മക്കളെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ഉണ്ട്. 5 മാർക്കിന് വരെ തിയറി ചോദിക്കാറുണ്ട്. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ്. പറഞ്ഞോട്ടെ, ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ബോണ്ട് വാഷിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അവോയ്ഡ് ടാക്സ് ബൈ ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് അസസി ബൈ ട്രാൻസ്ഫറിങ് സെക്യൂരിറ്റീസ് ടു ലോ ഇൻകം ക്ലാസ് ഓഫ് അസസി ഓൺ ദ ഈവ് ഓഫ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് മക്കളെ, ഈ കൂടുതൽ വരുമാനമൊക്കെ ആൾക്കാരില്ലേ, നല്ല ഇൻകം ഒക്കെ ഉള്ള ആൾക്കാരില്ലേ, എല്ലാ മാസവും നല്ല നല്ല പൈസയൊക്കെ സെക്യൂരിറ്റീസിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ പൈസ റിസീവ് ചെയ്യുന്ന നല്ല ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് അസസീസ്. ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ. ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് അസസീസ് പറഞ്ഞാൽ കൂടുതൽ വരുമാനത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ചില അസസി ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്ന ഡേറ്റ് വരില്ലേ, ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അയാൾക്ക് ഇൻകം കിട്ടിയതായിട്ട് വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ, ഒന്ന് മ്യൂട്ട് ചെയ്യുമോനെ, ആരാന്ന് വെച്ചാൽ മ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഡേറ്റ് കറക്റ്റായിട്ട് അറിയാം. ചിലപ്പോൾ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാം. അപ്പോൾ ആ ഡേറ്റിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നറിയോ, ടാക്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അസസി, ആ സെക്യൂരിറ്റി ഈ ഡേറ്റിന് മുമ്പായിട്ട് വല്ല ക്ലോസ് ഫ്രണ്ടിനോ റിലേറ്റീവിനൊക്കെ അത് സെയിൽ ചെയ്തായിട്ട്, അതായത് സെല്ല് ചെയ്തായിട്ട് കാണിക്കും. എന്നിട്ട് ആ ഡേറ്റ് കഴിയുമ്പോൾ വീണ്ടും റീപർച്ചേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻകം വന്നതായിട്ട് കാണില്ലല്ലോ. അതായത് ശ്രദ്ധിക്കുക, ചില ആൾക്കാരെന്ത് ചെയ്യുന്നറിയും, കൂടുതൽ വരുമാന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവർ കുറേ സെക്യൂരിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പലിശ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഇൻകം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ സെക്യൂരിറ്റി ഒക്കെ വേറെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വിൽക്കും. അതായത് ലോ ഇൻകം ഗ്രൂപ്പ് ഓഫ് അസസി ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിൽ തന്നെ ചിലപ്പോൾ അധികം വരുമാനമില്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവരിലേക്ക് അത് വിൽക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ എത്ര ഇൻകം കിട്ടിയാൽ അവർ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. കാരണം ഒരു 7 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് അടയ്ക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നല്ല 20 ലക്ഷമോ 30 ലക്ഷമൊക്കെ നമുക്ക് ഒരു വർഷം ഇൻകം വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റിന് ഇൻകം കൂടി വരുമ്പോൾ എന്താവും, നമ്മുടെ ഇൻകം കൂടും. അപ്പോൾ അതിനും ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ടാക്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്ത് ചെയ്യും, ഈ ഡേറ്റിന് മുമ്പായിട്ട്, ഈ ഇൻകം കിട്ടുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ സെക്യൂരിറ്റിയൊക്കെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വിറ്റതായിട്ട് കാണിക്കും. ഈ ഡേറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് റീപർച്ചേസ് ചെയ്യും. അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ചതിക്കാന്ന് പറഞ്ഞാൽ അവർ പറ്റിക്കും. മനസ്സിലായ? ടാക്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇത് ശരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നഷ്ടമാണ്. ഇതിനെയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുക. ക്ലിയർ ആയോ? ഇത് ലീഗൽ തന്നെയാണ്. ഇത് ലീഗലല്ല, ഇത് ഇല്ലീഗലാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം, ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് വരുമാനം വരുന്ന നല്ല കാറ്റഗറി, ഇപ്പോൾ 50 ലക്ഷത്തിൽ കൂടുതലൊക്കെ വരുമാനം വരുന്ന ആൾക്കാർ നോർമൽ അടയ്ക്കുന്ന ടാക്സിന് പുറമെ സർചാർജ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഒരാൾ ഒന്ന് മ്യൂട്ട് ചെയ്യും, ഒരാൾക്ക് ഇപ്പോൾ ഒരു 45 ലക്ഷമാണ് ഇൻകം, ചിലപ്പോൾ സെക്യൂരിറ്റിന്ന് ഒരു 6 ലക്ഷം രൂപ ഇൻകം വരാൻ കിടക്കുന്നുണ്ടാവും. അപ്പോൾ 51 ലക്ഷമായില്ലേ, അപ്പോൾ അയാൾ സർചാർജ് അടയ്ക്കേണ്ടി വരില്ലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വരും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ചിലപ്പോൾ അധികം വരുമാനമില്ലാത്ത ആളുകളുണ്ട്, അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ട് ഈ ഡേറ്റ് കഴിയുമ്പോൾ തിരിച്ചു വാങ്ങും. അതാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? എത്തിയോ? ചേട്ടാ ആ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമോ? നീ ശ്രദ്ധിക്കുന്നില്ലേ ക്ലാസ്? അപ്പം എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ.